പഠിക്കാം. നമ്മൾ പഞ്ചവത്സര പദ്ധതിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 8 എണ്ണം പഠിച്ചു. അപ്പോൾ ഇനി ബാലൻസ് എത്ര എണ്ണം കൂടി ഉണ്ട്? മൊത്തം എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി 4 എണ്ണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ 8 എണ്ണം പഠിച്ചു. അതിൽ 3 പ്രാവശ്യം പഞ്ചവത്സര പദ്ധതികളില്ല, 2 പ്ലാൻ ഹോളിഡേയും 1 റോളിംഗ് പ്ലാനും ആണ്. നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാലൻസ് ഇന്ന് പഠിക്കാനുള്ളത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ 8 എവിടെയാണ് നിന്നതെന്ന് ഓർമ്മയുണ്ടോ? 92 മുതൽ 97 വരെ. അപ്പോൾ 9 ഇനി അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ എന്ന് വരെയാണ്? 2002 വരെ. നമ്മുടെയൊക്കെ കാലയളവ് 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? 1997 മുതൽ 2002 വരെ. എടാ, ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വാർഷിക. നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി, 97 ആയപ്പോഴത്തേക്ക് എത്ര വർഷമായി? 50 വർഷമായി. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? എല്ലാ പഞ്ചവത്സര പദ്ധതിക്കും ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. എന്തൊക്കെയാണ്? ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതി നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വാർഷികത്തിലാണ് ആരംഭിച്ചത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. എന്താണ്? ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. എടാ, ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി? നമ്മൾ പറഞ്ഞു ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണെന്ന് പറഞ്ഞു. അതുപോലെ സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു വളർച്ച, അതും ലക്ഷ്യം വെച്ച് കേട്ടോ. എന്താണ്? സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു വളർച്ച. സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു വളർച്ചയും ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്തിനാണ്? അടിസ്ഥാന സൗകര്യ വികസനം. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് 9. ഇനി നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് നമ്മുടെ 1ാം ആണവ പരീക്ഷണം നമ്മൾ പറഞ്ഞു 4ാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് പറഞ്ഞല്ലേ, 1974. ഇനി രണ്ടാമത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. 1998 മെയ് 11, 13 എന്നൊക്കെയാണ്. 1998 മെയ് 11, 13 നമ്മൾ 2ാം ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. ആദ്യത്തിന് നമ്മൾ കൊടുത്ത രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഈ രണ്ടാമത്തിന് കൊടുത്ത പേരെന്താണെന്ന് അറിയാമോ? ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ശക്തി. എന്താണ്? ഓപ്പറേഷൻ ശക്തി. അപ്പോൾ 2ാം ആണവ പരീക്ഷണം നടക്കുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1998 മെയ് 11, 13 തീയതികളിലാണ്. ഒന്നാമത് നടന്നത് 1974. അതിന് നമ്മൾ കൊടുത്ത രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തതിന് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, എങ്കിലും അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്പറേഷൻ ശക്തി. അപ്പോൾ ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി. എന്നൊക്കെയാണ് നടന്നത്? 1998 മെയ് 11, 13 പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, കാർഗിൽ യുദ്ധം. കേട്ടിട്ടുണ്ടല്ലോ? 1999 എന്ത് നടക്കുന്നത്? കാർഗിൽ യുദ്ധം. അപ്പൊ കാർഗിൽ യുദ്ധം എന്നാണ്? 1999. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞതല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. എടാ, കാർഗിൽ വിജയ് ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. എടാ, കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26. കാർഗിൽ വിജയ് ദിവസ് എന്നാണ്? ജൂലൈ 26. കാർഗിൽ യുദ്ധം നടന്നത് 1999. കാർഗിൽ വിജയ് ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത് ജൂലൈ 26. ജൂലൈ 26. എടാ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഏത്? ഈ 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അടിസ്ഥാന സൗകര്യ വികസനം, സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം, അതുപോലെ സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. ഇനി നമുക്കറിയാം, നമ്മുടെ എന്താണ് പുത്തൻ സാമ്പത്തിക നയം നമ്മൾ 91 നടപ്പിലാക്കി. അപ്പോൾ അത് പിന്നെ ഇങ്ങോട്ട് അത് നടപ്പിലാക്കിയ 91 നമ്മുടെ സാമ്പത്തിക മേഖല നടപ്പിലാക്കി തുടങ്ങിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്തു? സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അതുപോലെ ഈ 9ാം പഞ്ചവത്സര പദ്ധതിയും ഈ സ്വകാര്യ മേഖലയ്ക്കാണ് എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്.
9ാം പഞ്ചവത്സര പദ്ധതി ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്? സ്വകാര്യ മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇനി പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന കേട്ടിട്ടുണ്ടല്ലോ. പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന 2000 ഡിസംബർ 25 എന്നാണ് നടപ്പിലാക്കിയത്? 2000 ഡിസംബർ 25-നാണ് എന്ത്? പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന. പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന നടപ്പിലാക്കിയത് 2000 ഡിസംബർ 25. SGRY എന്താണ്? SGRY സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. SGRY സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. അതെന്താണെന്ന് ചോദിച്ചാൽ 2001 സെപ്റ്റംബർ 25 എന്നാണ്. 2001 സെപ്റ്റംബർ 25 SGRY. എന്താണ് SGRY? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന 2001 സെപ്റ്റംബർ 25. പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജനയാണെങ്കിൽ 2000 ക്രിസ്മസ് ഡിസംബർ 25. ഓക്കെ അല്ലേ? 6.5% വളർച്ചാ നിരക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എത്രയാണ്? 6.5 നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ കുറച്ചേ കിട്ടിയോളൂ കേട്ടോ. 5.4 എന്താണ് വളർച്ച നേടിയത്. അപ്പൊ 6.5% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചു, 5.4% നേടിയത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. വർഷം പറഞ്ഞാൽ 1997 മുതൽ 2002 വരെ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യങ്ങളോടെ പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. ഗ്രാമവികസനത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ നമ്മൾ പറഞ്ഞു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രാധാന്യം കൊടുത്തു. പിന്നെ പറഞ്ഞു എന്താണ് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ നടത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 2ാമത്തെ ആണവ പരീക്ഷണം 1998 മെയ് 11, 13 തീയതികളിൽ. ഇതിന്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി. അത് നമ്മൾ പറഞ്ഞു. 1999 എന്ത്? കാർഗിൽ യുദ്ധം. കാർഗിൽ വിജയ് ദിവസ് എന്നാണ്? ജൂലൈ 26. പിന്നെ നമ്മൾ പറഞ്ഞു 2000 ഡിസംബർ 25 എന്ത് കൊണ്ടുവന്നു? പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന. പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന 2000 ഡിസംബർ 25. 2001 സെപ്റ്റംബർ 25 ഏതാണ്? SGRY സമ്പൂർണ്ണ ഗ്രാമ റോസ്ഗാർ യോജന. SGRY 2001 സെപ്റ്റംബർ 25. വളർച്ച എത്രയായിരുന്നു പ്രതീക്ഷിച്ചത്? 6.5 പ്രതീക്ഷിച്ചു. എത്ര കിട്ടി? 5.4 കിട്ടി. ഇതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. 10 നമ്മൾ പറഞ്ഞു ജനകീയ പദ്ധതി ഏതാണെന്ന് പറഞ്ഞു. 9 അതുപോലെ 10 പേരുണ്ട്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ കേരള മോഡൽ ഇതിലൊക്കെ കുറെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇനി ചോദിക്കുമെന്ന് പോലും അറിഞ്ഞതാണ്, അത്രയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ എന്താണ് വികസന പദ്ധതി അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രധാനമായിട്ട് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിട്ടത് കേട്ടോ. എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുക? ഇരട്ടിയാക്കുക. പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുക? ഇരട്ടിയാക്കുക. ഇതാണ് ഈ 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. പിന്നെ നമ്മൾ പുര പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? പുര പദ്ധതി. ഈ പുര എന്ന് പറയുന്ന പദ്ധതി ആദ്യം എവിടെ ഉണ്ടായിരുന്നു? നഗരങ്ങളിലാണ് ഇതുണ്ടായിരുന്നത്. ഇതൊരു വികസന പദ്ധതിയാണ്. ഈ വികസന പദ്ധതി എന്ത് ചെയ്തു? ഗ്രാമങ്ങളിലോട്ടും കൊണ്ടുവന്നു. അപ്പൊ പുര എന്ന് പറയുന്ന ഒരു വികസന പദ്ധതിയാണ്. ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? പുര എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഉണ്ട് കേട്ടോ. പി എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. എന്താണ്? പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് അതായത് നഗരപ്രദേശങ്ങളിൽ നടക്കുന്ന വികസന മാതൃകകളെ എവിടെ കൂടി കൊണ്ടുവരണം? ഗ്രാമപ്രദേശങ്ങളിലും കൂടി കൊണ്ടുവരുന്ന പദ്ധതിയാണ് പുര. പുര എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പൊ ഈ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തീരുമാനിച്ചു. 2003 കേട്ടോ. APG ആണ് ഇത് കൊണ്ടുവന്നത്. APG ആണ് കൊണ്ടുവന്നത് 2003. അതുപോലെ ഭാരത് നിർവാൺ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് 2005. ഏതാണ്? ഭാരത് നിർവാൺ. ഭാരത് നിർവാൺ എന്നാണ്? നിർവാൺ. ഭാരത് നിർവാൺ എന്നാണ്? 2005. ഇതും ഒരു ഗ്രാമവികസന പദ്ധതിയാണ്. ഈ ഭാരത് നിർവാൺ അത് നടപ്പിലാക്കിയത് എന്നാണ്? 2005.
ഭാരത് നിർമ്മാൺ. അതുപോലെ ജൻറം കേട്ടിട്ടുണ്ടല്ലോ, ജൻറം ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ, അതാണ് ജൻറം. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ, അതാണ് ജൻറം. ഈ ജൻറം പദ്ധതി നടപ്പിലാക്കിയതും 10ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ജൻറം ജവഹർലാൽ നെഹ്റു എന്താണ് നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ, ഇത് നടപ്പിലാക്കിയതും 10ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഒന്നുകൂടി പറഞ്ഞിട്ട് പോവാം. നമ്മൾ പറഞ്ഞു 10ാം പഞ്ചവത്സര പദ്ധതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2007 മുതൽ 2002 മുതൽ നമ്മൾ അത് പറഞ്ഞില്ല അല്ലേ, 2002 മുതൽ 2007 വരെ. ഇനി അങ്ങോട്ടങ്ങ് ഓർഡറിൽ പറഞ്ഞാൽ മതി. 2002 മുതൽ 2007 വരെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ അറിയപ്പെടുന്നു? കേരള വികസന പദ്ധതി അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയായിരുന്നു ഈ 10ാം പഞ്ചവത്സര പദ്ധതി. നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പുര എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് എന്ന് നടപ്പിലാക്കി 2003. ആര് നടപ്പിലാക്കി? APJ അബ്ദുൽ കലാം നടപ്പിലാക്കി. എന്താണെന്ന് ചോദിച്ചാൽ നഗരപ്രദേശങ്ങളിൽ കിട്ടുന്ന എല്ലാ വികസന പദ്ധതികളും എങ്ങോട്ടും കൂടി നടപ്പിലാക്കണം, ഗ്രാമപ്രദേശങ്ങളിലും കൂടി നടപ്പിലാക്കണം. അതുപോലെ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഭാരത് നിർമ്മാൺ 2005. ഭാരത് നിർമ്മാൺ 2005 അതും ഒരു ഗ്രാമവികസന പദ്ധതിയാണ്. അതുപോലെ ഒന്നാണ് ഏത്? ജൻറം എന്ന് പറഞ്ഞാൽ എന്താണ്? ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ, അതും ഈ സമയത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതുപോലെ നമുക്കറിയാവുന്നതാണ് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമ്മളിപ്പോൾ കാണുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ്? 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ്? 2005. നിയമമാണ് 2005 വന്നത്. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് അറിയാമോ? 6 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പൊ 2005 എന്ത് വരുന്നത്? നിയമം വരുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം 2005. അതെന്നാൽ നടപ്പിലാക്കി തുടങ്ങിയത് 2006 ഫെബ്രുവരി 2 മുതലാണ്. 2006 ഫെബ്രുവരി 2 മുതലാണ് ഇത് നടപ്പിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാം. ഓക്കെ അല്ലേ? എന്താണടാ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതുപോലെ 2005 ഒരു നിയമം വന്നിട്ടുണ്ട്. ഏതാണ്? വിവരാവകാശ നിയമം. എന്താണ്? വിവരാവകാശ നിയമം വന്നത് എന്നാണ്? 2005. SSA എന്ന് കേട്ടിട്ടുണ്ടോ? സർവശിക്ഷ അഭിയാൻ. ഇപ്പൊ ഇതെന്താണ്? SSK ആണ്, സർവശിക്ഷ കേരള ആണ് കേട്ടോ. അപ്പൊ സമഗ്ര ശിക്ഷ എന്നൊക്കെ പറയാം. ഇടയ്ക്ക് ഇതിന്റെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ SSA എന്ന് പറഞ്ഞാൽ സർവശിക്ഷ അഭിയാൻ, അതായത് സർവരും പഠിക്കുക സർവരും വളരുക. അത് വന്നത് എന്നാണ്? 2002. പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം എന്ത് ചെയ്യുക? സാർവത്രികമാക്കുക, എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2002 വന്നതാണ് SSA, സർവശിക്ഷ അഭിയാൻ. പണ്ട് നമ്മൾ സ്കൂളിൽ നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഒരു പെൻസിലിന്റെ മുകളിൽ ഒരു 2 പിള്ളേർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഒരു ഇതില് ഇങ്ങനെ സർവശിക്ഷ അഭിയാൻ, സർവരും പഠിക്കുക സർവരും വളരുക എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത് നമ്മൾ എന്റെ സ്കൂളിൽ പണ്ട് എഴുതി വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ, ആ കെട്ടിടമേ ഇപ്പൊ ഇല്ല. ഓക്കെ, അത്രയാണ് ഇതിനകത്തുള്ളത്. 8.1% നമ്മൾ എന്ത് ചെയ്ത് പ്രതീക്ഷിച്ചത്. നമ്മൾ അങ്ങോട്ട് പോകുന്നതോറും നമ്മളെ പ്രതീക്ഷ കൂടി വരുന്നുണ്ട്. അപ്പൊ 8.1 നമ്മൾ പ്രതീക്ഷിച്ചു, 7.7 നേടി. ഓക്കെ, 8.1 പ്രതീക്ഷിച്ചു, 7.7 നേടി. ഒന്നും കൂടി പറയാം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. എന്ന് മുതൽ എന്ന് വരെ? 2002 മുതൽ 2007 വരെ. പ്രധാനമായിട്ട് എങ്ങനെ അറിയപ്പെടുന്നു? പദ്ധതി അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. കേരള വികസന പദ്ധതി അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. എന്തായിരുന്നു മെയിൻ എയിം? പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷിക വരുമാനം എന്ത് ചെയ്യുക? ഇരട്ടിയാക്കുക, അതായിരുന്നു ലക്ഷ്യം. ഇനി പദ്ധതികൾ. ആദ്യത്തെ പദ്ധതി ഏത് പറഞ്ഞു? പുര എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് നഗരപ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസന പദ്ധതികളെല്ലാം എവിടെയും കൂടി നടപ്പിലാക്കുക, ഗ്രാമപ്രദേശങ്ങളിൽ കൂടി നടപ്പിലാക്കുക. അത് 2003 APJ ആണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് ഒന്നാണ് ഇത് ഭാരത് നിർമ്മാൺ എന്നാണ് 2005. ഇതും ഒരു ഗ്രാമവികസന പദ്ധതിയാണ്. അടുത്തതാണ് ഏത്? ജൻറം എന്ന് പറഞ്ഞാൽ എന്താണ്? ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ.
പിന്നെ നമ്മൾ പറഞ്ഞു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം എന്ന് വന്നു 2005 എന്ന് ഉദ്ഘാടനം ചെയ്തു 6 ഫെബ്രുവരി 2 2005 നിയമം വന്നു 2006 ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്തു 2005 വന്ന മറ്റൊരു നിയമമാണ് വിവരാവകാശ നിയമം അതുപോലെ SSA എന്താണ് SSA സർവശിക്ഷ അഭിയാൻ എന്ന് 2002 എന്തായിരുന്നു ലക്ഷ്യം പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക അതായിരുന്നു ലക്ഷ്യം എത്ര വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചു 8.1 എത്ര നേടി 8.1% വികസനമാണ് ലക്ഷ്യം വെച്ചത് എന്നാൽ എത്ര കിട്ടി 7.7 കിട്ടി 8.1 ലക്ഷ്യം വെച്ചു 7.7 കിട്ടി അടുത്തത് ഏതാണ് 11ാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ 2007 നമ്മളിപ്പോ നിന്നത് അപ്പൊ എന്ന് മുതൽ എന്ന് വരെയാണ് 2007 മുതൽ 2012 വരെ 2007 മുതൽ 2012 വരെയാണ് എത്രാം പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇനി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഈ 11ാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു ജനകീയ പദ്ധതി ഏതാണ് അത് 9 ഇനി വികസന പദ്ധതി ഏതാണ് 10 ഇനി വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് 11 തിരിഞ്ഞു പോകരുത് കേട്ടോ അപ്പൊ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ഏതാണ് 11ാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ ഇങ്ങനെ ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ വികസന പദ്ധതിയാണ് ഇതെന്ന് വിശേഷിപ്പിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം അറിയാലോ വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത് 11ാം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണെന്ന് ചോദിച്ചാൽ 2009 അത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ഈ 10ാം പഞ്ചവത്സര പദ്ധതിയെ വിളിച്ചത് ഓക്കെ അല്ലേ RMSA കേട്ടിട്ടുണ്ടോ RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്താണ് RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്താണ് RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അതായത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ എന്താണ് യൂണിവേഴ്സലൈസേഷൻ അതായത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുക അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ RMSA എന്നാണെടാ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് എന്നാണ് 2009 ഈ 2009 തന്നെയാണ് RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ കൊണ്ടുവന്നതും അതും ഈ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എവിടെ പോയാലും ചോദിക്കുന്ന സാധനമാണ് ആധാർ എന്നാണ് നടപ്പിലാക്കിയത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ് 2010 സെപ്റ്റംബർ 29 മഹാരാഷ്ട്രയിലാണ് ഇത് ഫസ്റ്റ് ആദ്യമായിട്ട് വന്നത് കേട്ടോ അപ്പൊ തെംബ്ലിയാണ് ആധാർ ഗ്രാമം 2010 സെപ്റ്റംബർ 29 എന്നാണ് 2010 സെപ്റ്റംബർ 29 ഇത് 9% വളർച്ച ലക്ഷ്യം വെച്ചു 8% കിട്ടി നമ്മൾ ഇത്രയും ഈ ഒരു 11ാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മളെ എത്തി എവിടെയെങ്കിലും 8% എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ വളർച്ചാ നിരക്ക് ഇല്ല പക്ഷെ ഇവിടെ നമ്മൾ 9 ലക്ഷ്യം വെച്ചെങ്കിൽ 8 കിട്ടിയുള്ളൂ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വികസനം കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ് 11ാം പഞ്ചവത്സര പദ്ധതിയാണ് ചില ആൾക്കാരുടെ മനസ്സിൽ എനിക്ക് പഠിച്ച സമയത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു 9 വെച്ചിട്ട് 8 നേടിയുള്ളൂ പിന്നെ എങ്ങനെ ഇതിനെ കൂടുതൽ വളർച്ച എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയല്ല ഇത്രയും പഞ്ചവത്സര പദ്ധതികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കിട്ടിയത് 8% അത് ഈ 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓക്കെ അല്ലേ അപ്പോൾ 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ലക്ഷ്യം വെച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് ഇതിനെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വന്നു അത് 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു എന്നും പറഞ്ഞു അതുപോലെ RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ 2009 സെക്കൻഡറി വിദ്യാഭ്യാസത്തിനെ സാർവത്രികമാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അതുപോലെ ആധാർ പദ്ധതി നടപ്പിലാക്കിയത് 2010 സെപ്റ്റംബർ 29 ആദ്യമായിട്ട് മഹാരാഷ്ട്രയിലെ ഉദ്ഘാടനം അല്ലെങ്കിൽ
നടപ്പിലാക്കിയത്. 9% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചു, 8% നേടി. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 12ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ എന്ന് മുതൽ എന്ന് വരെയാണ്? 12 മുതൽ 2017 വരെ. പിന്നെ എന്ത് നടപ്പിലാക്കിയിട്ടില്ല? പഞ്ചവത്സര പദ്ധതി ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ പോയി നീതി ആയോഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പോൾ 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ ഒരുപാട് വികസനങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കിയില്ലെങ്കിലും ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഒരു 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏതിലായിരുന്നു? 11. ഇവിടെ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ്? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എടാ ഇവിടെ 3 പോയിന്റ് പറയുന്നുണ്ട്, എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഏത് പഠിക്കണം? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പിന്നെ 3 പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരെണ്ണം കൂടെ എടുത്തിട്ടിട്ട് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ പഠിച്ചോളണം. ഇൻക്ലൂസീവ് ഗ്രോത്ത് 11-ലുണ്ട്, 12-ലുണ്ട്. പക്ഷെ അത് മെയിൻ ആയിട്ട് എവിടെയാണ്? 11-ലാണ് മെയിൻ ആയിട്ട്. 12-ല് അതെന്താണ്? മെയിൻ ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും അതിന്റെ കൂടെ ഇൻക്ലൂസീവ് ഗ്രോത്തും കൂടി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഇൻക്ലൂസീവ് ഗ്രോത്ത്, 2 ഫാസ്റ്റർ ഗ്രോത്ത്, 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഫാസ്റ്റർ ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഫാസ്റ്റർ ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഫാസ്റ്റർ ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുപോലെ നമ്മൾ നേരത്തെ RMS പറഞ്ഞില്ലേ? അതുപോലെ ഇവിടെ എന്താണ്? RUS. എന്താണ്? RUS, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. എന്താണ്? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. ഉച്ചതാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സെക്കൻഡറി വരെയല്ലേ പഠിച്ചോളൂ. ഇവിടെ ആണെങ്കിൽ എന്താണ്? അതിന് മുകളിലോട്ടുള്ളത് സർവകലാശാല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ അതെന്നാണ്? 2013. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ എന്നാണ്? 2013. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് 12ാം പഞ്ചവത്സര പദ്ധതി അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 2012 മുതൽ 2017 വരെയാണ്. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ചോദിച്ചാൽ സുസ്ഥിര വികസനം. അതോടൊപ്പം എന്തും കൂടി ഉണ്ട്? ഇൻക്ലൂസീവ് ഗ്രോത്തും ഫാസ്റ്റർ ഗ്രോത്തും ഉണ്ട്. അതുപോലെ RUS, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ 2013 കൊണ്ടുവന്നു. എടാ ഇത്രയാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതികളെ പഠിക്കാനുള്ളത്. ഏകദേശം ഇതിനകത്ത് വരുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞ് പഠിച്ചെങ്കിലും കുറേ GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക? വായിക്കുക. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും പഞ്ചവത്സര പദ്ധതി അങ്ങ് സെറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.